വളരെ പ്രധാനപ്പെട്ട വാർത്ത ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമുസിൽ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാക്കി അമേരിക്ക. 100-ലധികം പോർ വിമാനങ്ങളും പടക്കപ്പലുകളും കടലിടുക്കിൽ വിന്യസിച്ചു. അതിനിടെ ഉപരോധത്തിൽ ഇടപെട്ട ഭാരതം കപ്പൽ ഗതാഗതം സുഗമമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐസനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഐസൻ, സങ്കീർണമായ അതിനിർണായകമായ നീക്കങ്ങൾ ഹോർമൂസിൽ നടക്കുന്നു. അമേരിക്കൻ പടക്കപ്പലും യുദ്ധവിമാനങ്ങളും ഇതാ അണിനിരന്നു. ഇനി അടുത്ത നീക്കം എന്താണ് ലോകം ഇങ്ങനെ ഉറ്റുനോക്കുന്നത്? അപ്പോഴും ആശ്വാസമാകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തൊക്കെ കാര്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപുമായി സംവദിച്ചത്? അശ്വതി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അതിശക്തമായ സൈനിക സംവിധാനങ്ങളാണ് ഹോർമൂസിൽ അമേരിക്ക ഒരുക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ ഹോർമൂസിലെ സൈനിക സംവിധാനങ്ങൾ സംബന്ധിച്ച് US-ൻ്റെ സെൻട്രൽ കമാൻഡ് നൽകുന്ന വിവരങ്ങളനുസരിച്ച് 10,000-ലേറെ സൈനികരെയാണ് ആ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. ആ വിന്യസിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കൃത്യമായും ഹോർമൂസിൽ നടപ്പാക്കിയ ഉപരോധം യാഥാർത്ഥ്യമാക്കുക എന്നത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ശക്തമായ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഇറാന്റെ പോർട്ടുകളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഉപരോധം നടപ്പാക്കിയിരുന്നത് എന്നതാണ് അമേരിക്ക വിശദീകരിച്ചിരുന്നത്. ഇറാന്റെ പോർട്ടുകളിൽ നിന്നും പുറപ്പെടുന്ന കപ്പലുകളും അതുപോലെ തന്നെ ഇറാന് ചുങ്കം നൽകി ഹോർമൂസിലൂടെ കടക്കുന്ന കപ്പലുകളും മാത്രമാണ് കർശനമായി തടയുക എന്നും അറിയിച്ചിരുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായും സ്മഗ്ലിങ്ങും അതുപോലെ അത് തെറ്റായ രീതിയിലുള്ള കടത്തുകളെല്ലാം തന്നെ സ്വാഭാവികമായി തടയാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. ആ നീക്കങ്ങളുടെ ഭാഗമായി അത് ഹോർമൂസിലെ ഉപരോധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്ന 15ഓളം കപ്പലുകളും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളും കാര്യമായി വിന്യസിച്ചിട്ടുണ്ട്. 12-ലേറെ യുദ്ധവിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ നടത്തുന്നു എന്ന വിശദാംശങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വിവിധ 2-3 ഡസൻ വിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ നടത്തുന്നു എന്ന വിശദീകരണം കൂടിയാണ് ഇപ്പോൾ സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ വിഷയം നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഇടപെടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതുകൂടിയാണ്. ഇന്ന് പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത് സ്വതന്ത്രവും അതുപോലെ തന്നെ തടസ്സങ്ങളില്ലാത്തതുമായ ഹോർമൂസിലൂടെയുള്ള ഗതാഗതം ഉറപ്പാക്കണമെന്നൊരാവശ്യമാണ് പ്രധാനമന്ത്രി പ്രധാനമായും ചർച്ചകളിൽ ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഉഭയകക്ഷി തലത്തിലുള്ള ബന്ധങ്ങളുടെ കാര്യത്തിലും മറ്റ് ചർച്ചകളുടെ കാര്യത്തിലും പല നിർണായക നിലപാടുകളും സ്വീകരിച്ചുവെന്നും അറിയിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാന നിരീക്ഷണം അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഹോർമൂസിലെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളൊന്നും പ്രായോഗികമല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രായോഗികമല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നൊരാവശ്യമാണ് ഒരു പരിധിവരെ ഉണ്ടായിരിക്കുന്നത് ചർച്ചകളിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു സൂചനയാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ട്രംപിൻ്റെ ഓഫീസിൽ നിന്നോ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷയോടെയാണ് അമേരിക്ക ഭാരതത്തെ ഉറ്റുനോക്കുന്നത് എന്നതിന് തെളിവ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. നേറ്റോ അടക്കമുള്ള സംഘടനകൾ അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വരുന്നു. ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയ്ക്കെതിരാണ്. അപ്പോൾ ഈ ഹോർമുസിൽ അമേരിക്ക ഇങ്ങനെ സൈനിക വിന്യാസം നടക്കുമ്പോൾ എങ്ങനെയാകും നേറ്റോയുടെ അടുത്ത നീക്കം? അശ്വതി, നേറ്റോ സഖ്യം മുഴുവനും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും എല്ലാം തന്നെ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഹോർമൂസിലൂടെയുള്ള ഗതാഗതം സുരക്ഷിതമായി നിലനിർത്തുക, സ്വതന്ത്രമായ ഒരു നാവിഗേഷന് വേണ്ടി നിലപാടെടുക്കുക എന്നൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ബ്രിട്ടനും അതുപോലെ തന്നെ ഫ്രാൻസും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ അതുപോലെ നേറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും എല്ലാം തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് സ്വതന്ത്രമായ ഒരു യാത്രാ സംവിധാനം, ഗതാഗത സംവിധാനം ഹോർമൂസിൽ ഒരുക്കേണ്ടത് അനിവാര്യമാണ് എന്ന ഒരു നിലപാടാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ നേറ്റോ രാജ്യങ്ങളൊന്നും ഹോർമൂസിലെ ഈ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഉപരോധമുണ്ടാക്കുന്ന സാഹചര്യത്തിന് അല്ലെങ്കിൽ ആ നടപടിക്ക് അനുകൂലമായ നീക്കങ്ങളല്ല നടത്തുക അല്ലെങ്കിൽ അനുകൂലമല്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വിവരങ്ങൾ വ്യക്തമാണ്. ഹോർമൂസിൽ ആശങ്ക ശക്തമാവുകയാണ്. അപ്പോഴാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്തായാലും സൈനിക വിന്യാസം ശക്തമാക്കുകയാണ് അമേരിക്ക. ഇനി പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കും? ലോകം ഉറ്റുനോക്കുകയാണ്.